രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് BJP. ഇതിനായുള്ള ആദ്യപടിയെന്നോണം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2024 മാർച്ചിൽ സമർപ്പിച്ച 18,626 പേജുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭ റിപ്പോർട്ട് അംഗീകരിച്ചതോടെ സഖ്യകക്ഷികൾക്കിടയിലും റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് സമീപകാല സഖ്യരാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ BJPക്ക് വലിയ ആശ്വാസമാണ്. അതിനെല്ലാം അപ്പുറം 2014-2019 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും ഇപ്പോഴുള്ളത് മോദിയുടെ അവസാനത്തെ ഊഴമാണ് എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾക്കിടയിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച ഒരു അഭിമാന പദ്ധതിയാണ്. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി വിശദമായി പഠിച്ച് മാർച്ച് 14-നാണ് രാഷ്ട്രപതിക്ക് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് പ്രകാരം 15 ഭരണഘടനാ ഭേദഗതികളാണ് ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി വരിക. നിലവിലുള്ള വകുപ്പുകൾ പൊളിച്ചു പണിയും, പുതിയ വകുപ്പുകൾ കൊണ്ടുവന്നുമാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നിയമ നൂലാമാലകളുടെ ഒരു വലിയ കടമ്പ തന്നെ മോദി സർക്കാരിന് കടക്കേണ്ടതുണ്ട്. ഭേദഗതികൾ കൊണ്ടുവന്നാലും അവ പാസാക്കുന്നതിലുമുണ്ട് വെല്ലുവിളി. ഭരണഘടനാ ഭേദഗതികൾ സഭയിൽ 2/3 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ പാസാക്കാനാകൂ. അതായത് ലോക്സഭയിൽ 362 MP-മാരുടെ പിന്തുണയോടെ മാത്രമേ ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാനാകൂ. നിലവിൽ NDAയ്ക്ക് ആകെ 293 MP-മാർ മാത്രമാണുള്ളത്. പ്രതിപക്ഷത്ത് നിന്ന് പോലും MP-മാർ പിന്തുണയുമായി രംഗത്തെത്തിയാലും 362 എന്ന സംഖ്യയിൽ എത്തുക എന്നത് സാധിക്കാത്ത കാര്യമാണ്. രാജ്യസഭയിലും ഇതുതന്നെയാണ് സ്ഥിതി. ഭേദഗതികൾ പാസാക്കാൻ രാജ്യസഭയിൽ വേണ്ട അംഗബലം 156 എന്നാൽ നിലവിൽ NDAയ്ക്ക് ആകെയുള്ളത് 121 അംഗങ്ങളും. ഭരണഘടനാ ഭേദഗതികൾ പാസാക്കിയെടുക്കാനുള്ള അംഗബലം പോലും BJPക്ക് ഇരു സഭകളിലും ഇല്ല എന്നിരിക്കെ എന്താകും ഒറ്റ തെരഞ്ഞെടുപ്പുമായി സധൈര്യം മുന്നോട്ടു പോകാനുള്ള പ്രചോദനം എന്ന ചോദ്യം നിരവധി കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിന് നിരവധി രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നതാണ് ഉത്തരവും. മോദിക്ക് തന്റെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയുള്ള സർക്കാരിനെ എന്നും രാഷ്ട്രീയ വെള്ളിവെളിച്ചത്തിൽ നിർത്തേണ്ട ബാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യത്തെ ഉത്തരം. രാജ്യത്ത് പ്രതിപക്ഷം ശക്തി പ്രാപിച്ചതോടെ NDA സർക്കാരിന്റെ സ്വരങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന നിരീക്ഷണം ശക്തമാണ്. പ്രതിപക്ഷം പല ഘട്ടങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഭരണപക്ഷത്തെ മറികടക്കുന്നു എന്ന പൊതുവികാരവും ശക്തമാണ്. ഇവയെ എല്ലാം മറികടക്കാൻ മോദിക്കും BJPക്കും നിരന്തരം വലിയ പദ്ധതികളിൽ ഏർപ്പെട്ടേ മതിയാകൂ. മൂന്നാം മോദി സർക്കാർ 100 ദിവസം പിന്നിട്ടതിന്റെ അടുത്ത ദിവസമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഖ്യകക്ഷികളടക്കം അംഗീകരിക്കുന്നത്. വിശാല രാഷ്ട്രീയ പരിസ്ഥിതികൾ പരിശോധിച്ചാൽ മോദി സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയായി ഇനി ആകെ ബാക്കിയുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ്. NDA സർക്കാരിന് വലിയ ആയുസ്സില്ല എന്ന പ്രവചനങ്ങളെ മോദി ഭയക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. വരാനിരിക്കുന്ന ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ദില്ലി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും നേട്ടം കൊയ്യുമെന്നാണ് നിലവിലെ രാഷ്ട്രീയ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. ഹരിയാനയിൽ AAPയും കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുന്നുവെങ്കിൽ പോലും BJPക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ NDAയ്ക്ക് വെല്ലുവിളിയാകുമെന്നാണ് സൂചനകൾ. ജാർഖണ്ഡിൽ ചമ്പൈ സോറയെ പാളയത്തിലെത്തിച്ചത് വലിയ നേട്ടമായി BJP കൊണ്ടാടുമ്പോഴും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ഹേമന്ത് സോറയെ ജയിലിൽ അടച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPക്ക് സ്ഥിതി പ്രതികൂലമാക്കുമെന്നും ഒരു രാഷ്ട്രീയ പക്ഷമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തെ തറപറ്റിച്ച് കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് വിഭാഗം സഖ്യമായ മഹാവികാസ് അഘാദി വിജയം നേടുമെന്നാണ് നിലവിലെ സൂചന. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.